ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹൊറർ കൊറിയൻ ഡ്രാമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പെണ്ണാണെങ്കിൽ കോൾ ചെയ്ത് സ്കൂളിലോട്ട് വരികയാണ്. അപ്പോൾ മ്യൂസിക് റൂമിൽ നിന്ന് പിയാനോ പ്ലേ ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ ഇവളും അവിടെ പോയി നോക്കും. എന്നാൽ അവിടെ ആരെയും കാണൂല. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ ഇവളും നോക്കും. അപ്പോഴാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ രൂപത്തെ കാണും ആ കണ്ണാടിയിൽ. അപ്പോൾ ഇവളും പേടിച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സാധനം വന്ന് വീഴും. ഈ സൗണ്ട് കേട്ട് ഈ കണ്ണാടിയിലുള്ള രൂപം ഇവളെ തിരിഞ്ഞു നോക്കും. ഇതും കണ്ട് ഇവൾ പേടിച്ചോടും. ഈ ഒരു കഥ വന്നിട്ട് കിം എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ 2 ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവരും നല്ല രീതിക്ക് തന്നെ പേടിക്കുകയാണ്. അപ്പോൾ അവിടെ ഗാവൂൺ എന്ന് പറയുന്ന ഒരു പെണ്ണ് കയറി വരും. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവരെ കഥയെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോഴാണെങ്കിൽ കിം ഇവർക്ക് വഴക്ക് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇവന്മാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയമാണ് അവിടെ ഹീറോയിൻ വരുന്നത്. ഇവളുടെ പേരാണ് ഹാരി. ഇവളാണെങ്കിൽ ഇവന്മാരുടെ ബാക്കിൽ പോയി പേടിപ്പിക്കും. അപ്പോൾ ഇവർ നല്ലപോലെ തന്നെ പേടിക്കും. ഇവർ പേടിച്ചുകൊണ്ട് ഇവരെ കളിയാക്കുകയാണ്. ഇതേ സമയമാണ് പാർക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ നടന്നു വരുന്നത്. ഇവനാണെങ്കിൽ ക്ലാസ് ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ പേടിക്കും. കാരണം ഇവൻ്റെ കൈയിൻ്റെ പുറത്താണെങ്കിൽ ഒരു പ്രേതത്തിൻ്റെ കൈ ഇരിക്കുകയാണ്. പാർക്കിൻ്റെ അടുത്ത് എപ്പോഴും ഒരു പ്രേതം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആയാൽ അവരെ ഈ പ്രേതമാണെങ്കിൽ ശല്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പാർക്കിന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. നെക്സ്റ്റ് സീനിൽ ഇവർക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് പറയും, നിങ്ങൾ ഓരോ ഗ്രൂപ്പായി അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വീക്കിന് സബ്മിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ എല്ലാവരും ഗ്രൂപ്പ് ആവും. എന്നാൽ പാർക്കിനെ മാത്രം ആരും ഗ്രൂപ്പിൽ ചേർക്കില്ല. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് ചോദിക്കും എന്താ അവനെ മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തണമെന്ന്. അപ്പോൾ കിം ഇവളുടെ അടുത്ത് പറയും, എല്ലാവരും പറയുന്നു അവൻ്റെ കൂടെ ഒരു പ്രേതമുണ്ട്, അവൻ്റെ കൂടെ ആര് ഫ്രണ്ട്സ് ആയാലും ആ പ്രേതമാണെങ്കിൽ അവരെ പോയി കൊല്ലുമെന്ന്. എന്നാൽ ഹീറോയിൻ ഇതൊക്കെ കേട്ട് പേടിക്കാതെ ഇവനെ ഇവരുടെ ഗ്രൂപ്പിൽ വിളിക്കുകയാണ്. ഇവള് പാർക്കിനെ ഇവരുടെ ഗ്രൂപ്പിൽ വിളിച്ചുകൊണ്ട് തന്നെ കിം നല്ലപോലെ പേടിക്കുകയാണ്. എന്നാൽ പാർക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഗെയിമിങ്ങിനെ ഒക്കെ പറ്റി പറയാണ്. അപ്പോൾ ഇവനും ഇവൻ്റെ പേടിയൊക്കെ മാറി അവൻ്റെ അടുത്ത് കമ്പനിയായി മാറുകയാണ്. അങ്ങനെ ഹീറോയിനും പാർക്കും ഗാവൂണും കിമ്മും ഒക്കെ ഓരോന്ന് സംസാരിച്ച് നടന്നു വരികയാണ്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ വെള്ളം ദാഹിക്കും. അപ്പോൾ പാർക്കാണെങ്കിൽ ഒരു ജ്യൂസ് ഇവക്ക് എടുത്തു കൊടുക്കും. ഇവളും അത് വാങ്ങും. എന്നാൽ ആ ജ്യൂസ് ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. രാത്രി ഹീറോയിനാണെങ്കിൽ ഹോസ്റ്റലിൽ വന്നിട്ട് പാർക്കിനെ ആലോചിച്ചിരിക്കുകയാണ്. അവൻ കൊടുത്ത ജ്യൂസ് ആണെങ്കിൽ ഇത്ര തണുപ്പാവാൻ എന്ത് കാരണമെന്ന്. എന്നിട്ട് ഇവളാണെങ്കിൽ ഗാവൂണിൻ്റെ അടുത്ത് പറയും, എനിക്ക് വിശക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഗാവൂൺ ഇവളുടെ അടുത്ത് പറയും, വാർഡൻ ഈ സമയം പോണ കണ്ട വഴക്ക് പറയുന്നു. അതിന് ഹീറോയിൻ പറയും, എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഹാരി ആണെങ്കിൽ കയ്യിൽ കുറച്ച് വേസ്റ്റ് ആയിട്ട് ഹോസ്റ്റലിൻ്റെ പുറത്ത് വരും. ഇവളാണെങ്കിൽ വാർഡൻ കാണുകയാണ്. അപ്പോൾ വാർഡൻ ചോദിക്കും, നീ ഈ സമയം എവിടെ പോകണമെന്ന്. അപ്പോൾ ഇവളും പറയും, ഈ വേസ്റ്റ് കൊണ്ട് കളയാനാണെന്ന്. അപ്പോൾ വാർഡനും പറയും, ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് പെട്ടെന്ന് വരണമെന്ന്. അപ്പോൾ ഇവളും ഓ ശരി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൾ നടന്നു വരുമ്പോൾ കുറച്ച് വിയാർഡായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കും. കറക്റ്റ് ഇതേ സമയം ഇവളുടെ മുന്നിലാണെങ്കിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ ആരെന്ന്. അപ്പോൾ ഇവൻ പറയും, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെയെന്ന്. ഇവളിങ്ങനെ ഇവനെ കണ്ട് പേടിച്ച് അവളുടെ കയ്യിലുള്ള വേസ്റ്റ് ആണെങ്കിൽ ഇവൻ്റെ പുറത്തെറിയും. എന്നാൽ ഇവൻ്റെ പുറത്താണെങ്കിൽ ഒരു ഷീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വേസ്റ്റ് അവൻ്റെ പുറത്ത് തട്ടത്തില്ല. ഇവനും ആ ഷീൽഡിൽ നിന്ന് പുറത്തു വരാൻ ട്രൈ ചെയ്യും. എന്നാൽ അവനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവനും തിരിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം ഹാരി സ്കൂളിൽ ഇതൊക്കെ പറ്റി ആലോചിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പാർക്ക് അവിടെ വന്ന് ഇവക്കൊരു മിഠായി കൊടുക്കും. ഇത് കണ്ട് കിം പറയും, നിനക്കെന്താ ഇവളുടെ അടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന്. അപ്പോൾ ഇവൻ പറയും ഇല്ലെന്നും പറഞ്ഞ് ഇവനും ഒരു മിഠായി എടുത്തു കൊടുക്കും. ഇതേ സമയം അവിടെ ഒരു പയ്യൻ വന്നിട്ട് പറയും, ഹാരി ഇന്ന് നിനക്കാണ് PT ഡ്യൂട്ടി, അപ്പം നീ പോയി ബാസ്കറ്റ് ബോൾ എടുത്തിട്ട് വന്ന്. അപ്പോൾ ഇവളും ബാസ്കറ്റ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ പാർക്ക് പറയും, നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടോട്ട് പോകും. അപ്പോൾ ഇവൾ ഇവൻ്റെ ബാക്കിൽ നിന്ന് പോകും. അങ്ങനെ പാർക്കിനെയും ഫോളോ ചെയ്ത് ഇവൾ സ്പോർട്സ് റൂമിൽ വരുമ്പോൾ അവിടെ പാർക്കിനെ കാണില്ല. അപ്പോൾ ഇവളും വിചാരിക്കും ഇവ എവിടെ പോയെന്ന്. എന്നിട്ട് ഇവൾ അവിടെ നിന്ന് ഒരു ബോളും എടുത്തിട്ട് പോകും. ഇവൾ പോയതിന് ശേഷം ഒരു സീന് കാണിക്കുകയാണ്. പാർക്കിനെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന പ്രേതമാണ് ഇവനെ ഒളിപ്പിച്ച് നിർത്തിയത്. നെക്സ്റ്റ് സീനിൽ ഹാരി ആണെങ്കിൽ പാർക്കിനെ തന്നെ ആലോചിച്ച് വരികയാണ്, ഇവ എവിടെ പോയെന്നൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഗാവൂൺ ഇവളടുത്ത് ചോദിക്കും, നിനക്ക് എന്താ അവൻ്റെ അടുത്ത് വല്ല ഫീലിങ്സ് ഉണ്ടോ. അപ്പോൾ ഇവളും പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, അവൻ്റെ അടുത്ത് ആരും കൂട്ടുകൂടാത്തതുകൊണ്ട് ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ എന്ന് ഇവളും പറയും. അങ്ങനെ ഇവരും ഓരോന്ന് സംസാരിച്ച് ക്ലാസ്സിലോട്ട് വരികയാണ്. അപ്പോൾ എല്ലാ പിള്ളേരും ഷോക്കായി ഇവരെ ടേബിൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഹീറോയിൻ്റെയും കിമ്മിൻ്റെയും ഗാവൂൻ്റെയും പാർക്കിൻ്റെയും ടേബിളിൽ ആരോ ബ്ലഡ് കൊണ്ട് എസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും പറയും, നിങ്ങൾ പാർക്കിൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് പാർക്കിൻ്റെ കൂടെ ഉള്ള പ്രേതം നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന്. എന്നാൽ ഹാരി പറയും, അതാരോ കളിക്ക് ചെയ്തതെന്നും പറഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അത് തുടയ്ക്കും. കറക്റ്റ് ഇതേ സമയം ഒരു വെള്ളപ്രാവാണെങ്കിൽ ചത്തി ഇവരുടെ ടേബിളിൽ വീഴും. അപ്പോൾ എല്ലാ പിള്ളേരും പേടിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ കിം ആണെങ്കിൽ ഗാവൂൻ്റെ അടുത്ത് പറയും, എല്ലാ വിൻഡോയും ക്ലോസ് ആയിരുന്നിട്ട് കൂടെ ആ പ്രാവ് എങ്ങനെ ഇവരുടെ ടേബിളിൽ വന്ന് വീഴുന്നതെന്ന്. എന്നിട്ട് ഇവൻ പറയും, പിള്ളേരൊക്കെ പറയുന്ന പോലെ പാർക്കിൻ്റെ കൂടെ ഉള്ള പ്രേതം ഇനി നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്ന്. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് വയ്ക്കാതെ അവൾ ബർഗറും കഴിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് സീനിൽ സാറ് വന്നിട്ട് പറയും, ഇന്ന് പാർക്കാണ് ക്ലാസ് ക്ലീൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് അവൻ്റെ കൂടെ ആരെങ്കിലും പോയി ക്ലീൻ ചെയ്യുമോ എന്ന്. എന്നാൽ ആരും അവൻ്റെ കൂടെ പോയി ക്ലീൻ ചെയ്യാൻ റെഡി ആവില്ല. അപ്പോൾ ഹീറോയിനാണ് പോവാന്ന് പറഞ്ഞ് എണീക്കുന്നത്. അങ്ങനെ ക്ലാസ് ക്ലീൻ ചെയ്തിട്ട് നിൽക്കുമ്പോൾ പാർക്കാണെങ്കിൽ ഇവളടുത്ത് ചോദിക്കും, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പേടിയുണ്ടോയെന്ന്. അപ്പോൾ ഇവൾ പറയും, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ജസ്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചല്ലേന്ന്.
എന്നാൽ പാർക്കും ഹാരിയും സംസാരിച്ചത് ആ പ്രേതമാണെങ്കിൽ നോക്കിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഹാരിയും പാർക്കും ആണെങ്കിൽ ഒന്നിച്ച് ഹോസ്റ്റലിലോട്ട് നടന്നു വരികയാണ്. അപ്പോൾ പാർക്ക് ഇവളടുത്ത് ചോദിക്കും, എല്ലാവരും പറയുന്ന പോലെ എൻ്റെ കൂടെ ഒരു പ്രേതം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തൊരു ചെയ്യുമായിരുന്നെന്ന്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഒന്നും പറയാതെ ഇന്നലെ രാത്രി കണ്ട ആ പയ്യനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചതാണെന്നും പറഞ്ഞ് ഇവളെ ഹോസ്റ്റലിലോട്ട് കൊണ്ടുവിടും. ഇതേ സമയം ഗാവുണാണെങ്കിൽ ഹാരിയെ ഫോൺ ചെയ്യാണ്. എന്നിട്ട് ഇവളടുത്ത് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെ, എന്താ ഇത്ര നേരമായിട്ട് ഹോസ്റ്റലിലോട്ട് വരാത്തേന്ന്. അപ്പോൾ ഹാരിയും പറയും, ഞാൻ റൂമിലോട്ടാണ് പറഞ്ഞതെന്ന്. ഇതേ സമയം കറക്റ്റ് അവിടെ കറണ്ടൊക്കെ പോകും. അപ്പോൾ ഇവളുടെ മുന്നിലാണെങ്കിൽ ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ട ആ പയ്യനാണെങ്കിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവളും പേടിച്ച് ഇവനെ കണ്ട് ചോദിക്കും, നീ പ്രേതമാണോ, നീ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ പയ്യനും ചിരിച്ചിട്ട് പറയും, ഞാൻ പ്രേതമൊന്നും അല്ല, എൻ്റെ പേര് കങ്ങെന്ന്. രാത്രി ഹാരി ഉറങ്ങാതെ കങ്ങ് ആരെന്നൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നത്തെ സീന് കാണിക്കുകയാണ്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ ആരാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, എന്നാൽ നീ പറയണേ എനിക്ക് നിന്നെ അറിയാമെന്നൊക്കെ. അപ്പോൾ കങ്ങ് പറയും, നിനക്ക് എന്നെ അറിയാം, ഞാൻ അതേക്കുറിച്ച് നാളെ രാവിലെ 10 മണിക്ക് പാർക്കിൽ വെച്ച് പറയാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഹാരി ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഒരു സ്വപ്നം കാണുകയാണ്. ആ ഒരു സ്വപ്നം വന്നിട്ട് ഇവൾ താഴെ വന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ കിമ്മും ഗാവുണാണെങ്കിൽ ഇവക്ക് കൈ കൊടുക്കുകയാണ്. ഇതേ സമയം അവിടെ കങ്ങും വന്ന് ഇവക്ക് കൈ കൊടുക്കുകയാണ്. ഈ ഒരു സ്വപ്നം കണ്ട് ഇവളാണെങ്കിൽ ചാടി എണീക്കും. ഈ ഒരു സമയം ഇവളുടെ കണ്ണിൽ നിന്നും കണ്ണീരും വരുന്നുണ്ടായിരുന്നു. അതോടെ ഹാരി വിചാരിക്കുകയാണ്, നാളെ 10 മണിക്ക് പോയി കങ്ങിനെ മീറ്റ് ചെയ്യാമെന്ന്. ഇതേ സമയം കങ്ങാണെങ്കിൽ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്യുവാണ്. അടുത്ത ദിവസം ഹാരി റെഡിയായിട്ട് കങ്ങിനെ മീറ്റ് ചെയ്യാൻ വരെയാണ്. അപ്പോൾ അവിടെ പാർക്കാണെങ്കിൽ കുറേ ബുക്സ് ആയിട്ട് വരെയാണ്. അവൻ്റെ ബുക്കൊക്കെ താഴെ വീഴും, എന്നാൽ ആരും അവനെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ഹീറോയിൻ ഓടിപ്പോയി അവനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹാരി ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിലിരുന്ന കുറച്ച് ബുക്സ് ആണെങ്കിൽ അവൾ ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴാണെങ്കിൽ ഇവളുടെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. അത് വന്നിട്ട് ആ പ്രേതമാണെങ്കിൽ പാർക്കിനെ പിടിച്ച് വലിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ഹീറോയിൻ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകും. എന്നാൽ ഈ സമയം ആ ഗോസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഹാരി ആണെങ്കിൽ ഇവനെ കൊണ്ട് മെഡിക്കൽ റൂമിൽ വരും. എന്നിട്ട് ഇവൾ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് പാർക്കിന് മാത്രം എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന്. ഇതും ആലോചിച്ച് ഇവളാണെങ്കിൽ കങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിൽ വരെയാണ്. എന്നിട്ട് ഇവൾ കങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് വന്നല്ലോ, ഇനി പറ എനിക്ക് എങ്ങനെ നിന്നെ അറിയാമെന്ന്. അപ്പോൾ കങ്ങാണെങ്കിൽ ഇവക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. ആ ഫോട്ടോ വന്നിട്ട് ഇവളും കങ്ങും ഒരുമിച്ചിരിക്കണതാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ ഇവൾ നല്ല ഷോക്കാവും. ഇവക്ക് ഈ ഫോട്ടോ എപ്പോൾ എടുത്തെന്ന് കൂടെ അറിഞ്ഞുകൂടാ. എന്നിട്ട് കങ്ങ് പറയും, നീ ഞാൻ ഫ്രണ്ട്സാണ്, നിനക്കാണെങ്കിൽ നിൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ വന്നത് തന്നെ നിൻ്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാനാണെന്ന് ഇവൻ പറയും. എന്നിട്ട് കങ്ങ് പറയും, നിൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരു സീക്രട്ട് ഉണ്ട്, അത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇവൾ വിചാരിക്കും ഇവനാണെങ്കിൽ പാർക്കിൻ്റെ കൂടെയുള്ള പ്രേതത്തെ പറ്റിയായിരിക്കും പറയണേന്ന് വെച്ച് ഇവൾ പറയും, ഇല്ല ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു സീക്രട്ടും ഇല്ലെന്ന് പറയും. എന്നിട്ട് ഇവൾ ചോദിക്കുകയാണ്, നീ പറയണതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന്. അപ്പോൾ കങ്ങ് പറയും, എനിക്ക് നിൻ്റെ സ്കൂളിൻ്റെ സീക്രട്ട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ വന്നത് തന്നെ നിൻ്റെ പഴയ മെമ്മറീസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ്. ഇതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകും. ഇവളും ഇതൊക്കെ ആലോചിച്ച് സ്കൂളിലോട്ട് വരെയാണ്. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ആരോ കീറി വിളിക്കുന്ന സൗണ്ട് ഇവൾക്ക് കേൾക്കും. അപ്പോൾ ഇവളും അവിടെ പോയി നോക്കും. അപ്പോഴാണെങ്കിൽ അവിടെ ഇവളുടെ ഫ്രണ്ടായ ഗാവുണ് പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഹാരി ആണെങ്കിൽ ഇവളുടെ അടുത്ത് പോയി ചോദിക്കും, എന്തിനാ ഇത്ര പേടിച്ചിരിക്കണേന്ന്. അപ്പോൾ ഇവൾ പറയും അവിടോട്ട് നോക്കുന്നു. അങ്ങനെ ഇവളും അവിടെ നോക്കും. അവിടെ വന്നിട്ട് പാർക്കിനെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന പ്രേതമാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു പ്രേതത്തെ കണ്ട് ഇവളും പേടിക്കുകയാണ്. എന്നിട്ട് ഗാവുൻ്റെ കൈയും പിടിച്ച് ഓടി അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇവരെവിടെ ഒളിച്ചിരുന്നാലും ആ പ്രേതം കണ്ടുപിടിക്കുകയാണ്. ലാസ്റ്റ് ഇവർ ഡോർ ഓപ്പൺ ചെയ്ത് പോകാനിരുന്ന ആ ഡോർ തനിയെ ക്ലോസ് ആവുകയാണ്. എന്നിട്ട് ഈ പ്രേതമാണെങ്കിൽ ഇവരുടെ നേരെ വരെയാണ്. ഇവർ രണ്ടുപേരും നല്ല പേടിച്ചിരിക്കുകയാണ്. ഇതേ സമയം ആ ഡോറാണെങ്കിൽ തനിയെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഈ പ്രേതവും അവിടെ നിന്ന് പോകും. ഈ ഡോർ ഓപ്പൺ ചെയ്തത് പാർക്കാണ്. എന്നിട്ട് പാർക്ക് ഇവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണേന്ന്. എന്നാൽ ഇവരാണെങ്കിൽ ഇവിടെ നടന്നൊന്നും ഇവൻ്റെ അടുത്ത് പറയൂല. എന്നിട്ട് ഹാരി ചോദിക്കും, നീ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ പാർക്ക് പറയും, എനിക്കിവിടെ ഒരു സൗണ്ട് കേട്ട് അതാണ് ഞാൻ ഇവിടെ വന്നേന്ന്. ഇതേ സമയം ഗാവുണിനാണെങ്കിൽ ഒരു ബുക്ക് കിട്ടുകയാണ്. എന്നിട്ട് ഇവർ 3 പേര് ലൈബ്രറിയിൽ നിന്ന് പുറത്ത് വരെയാണ്. കറക്റ്റ് ഇതേ സമയമാണ് കങ്ങും ആ ലൈബ്രറിയിലോട്ട് വരുന്നത്. കങ്ങും ഈ പ്രേതത്തെ കാണുകയാണ്. ലൈബ്രറിയിൽ നടന്നതൊക്കെ ആലോചിച്ച് പേടിച്ച് ഹാരി ആണെങ്കിൽ അന്ന് രാത്രി ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വന്നിരുന്നിട്ട് ഉറക്കം തൂങ്ങുകയാണ്. ഇവളും ഇങ്ങനെ ടയേർഡായിട്ട് ഇരിക്കണ കണ്ടിട്ട് സാറ് പറയും മെഡിക്കൽ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനെന്ന്. അങ്ങനെ ഇവളും മെഡിക്കൽ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇതേ സമയമാണ് അവിടെ കങ്ങും വരുന്നത്. ഇവളാണെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അവിടെ ആരോ ഉള്ള പോലെ ഫീൽ തോന്നി എണീക്കുകയാണ്. അപ്പോൾ ഇവൾ കങ്ങിനെയും കാണുകയാണ്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് ചോദിക്കും, നീ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ കങ്ങും പറയും, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവക്കൊരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവൻ പറയും, ഈ ഒരു ബ്രേസ്ലെറ്റ് ആണെങ്കിൽ നീ ഒരിക്കലും അഴിച്ചു കളയരുതെന്ന്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളടുത്ത് പ്രോമിസ് ചെയ്യാൻ പറയും, ഈ ഒരു ബ്രേസ്ലെറ്റ് നീ അഴിക്കൂലെന്നും പറഞ്ഞ്. ഇവളും കുറച്ച് ആലോചിച്ച ശേഷം അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു ബ്രേസ്ലെറ്റ് അഴിക്കൂലെന്നും പറഞ്ഞ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളടുത്ത് പറയും, എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ ഗാവുൺ ആണെങ്കിൽ ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ബുക്കുമായിട്ട് ഒരു ക്ലാസ്സിലോട്ട് വരെയാണ്.
ഇവള് വിചാരിച്ചത് ഈ ബുക്കാണെങ്കിൽ ഈ ക്ലാസ്സിലുള്ള ഏതോ ഒരു കുട്ടിയുടെ ആണെന്ന്. എന്നാൽ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പറയും ഈ ഒരു ബുക്ക് ഞങ്ങളുടെ ആരുടെയും അല്ല, അതുമല്ല ഈ പേരിലുള്ള കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലും ഇല്ലെന്ന് പറയും. ഇവളും അപ്പോൾ വിചാരിക്കും ഈ ബുക്ക് ആരുടെ ആണെന്നൊക്കെ. നെക്സ്റ്റ് സീനിൽ ഹാരി ആണെങ്കിൽ കങ്ങ് കൊടുത്ത ബ്രേസ്ലെറ്റ് നോക്കി വരെയാണ്. അപ്പോൾ ഗൗൺ അവിടെ വന്ന് പറയും ഈ ബുക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ ലൈബ്രറിയിൽ കണ്ട പ്രേതത്തിൻ്റെ ആയിരിക്കുമെന്ന്. ഇതേ സമയം അവിടെ കിമ്മും വരും. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കും എന്താ ഇന്നലെ നടന്നതെന്ന്. എന്നാൽ ഇവൻ്റെ അടുത്ത് സത്യമൊന്നും പറയില്ല, ചുമ്മാ കള്ളമൊക്കെ പറയും. അപ്പോൾ ഇവർ കള്ളം പറയണതാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇവൻ പറയും സത്യം പറയുന്നു. അങ്ങനെ ഇവരും ഇന്നലെ നടന്നതൊക്കെ ഇവൻ്റെ അടുത്ത് പറയും. ഇതൊക്കെ കേട്ട് കിമ്മാണെങ്കിൽ നല്ലപോലെ തന്നെ പേടിക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് പറയും ചിലപ്പോൾ നമ്മൾ പാർക്കിൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും ആ പ്രേതം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന്. എന്നിട്ട് ഇവൻ പറയും ഇനി നമുക്ക് പാർക്കിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. എന്നാൽ ഹാരി പറയും അങ്ങനെയൊന്നുമല്ല, ഞാൻ പാർക്കിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം അവൻ്റെ കൂടെ പ്രേതം ഉള്ളത് സത്യമാണോ എന്നൊക്കെ. എന്നിട്ട് ഹാരി ആണെങ്കിൽ പാർക്കിനെ കോൾ ചെയ്തിട്ട് പറയും എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവനും പറയും ആർട്ട് റൂമിൽ വന്നാൽ മതിയെന്ന്. പാർക്കും ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ്റെ ഒരു മോതിരം എടുത്ത് ഇമോഷണൽ ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഹാരി ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കും സ്കൂളിലെ എല്ലാ പിള്ളേരും പറയുന്ന സത്യമാണോ, നിന്റെ കൂടെ ഏതെങ്കിലും പ്രേതം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇവൻ പറയും നമ്മൾ ഈ ഒരു ടോപ്പിക്കെ പറ്റി ഇപ്പോൾ സംസാരിക്കേണ്ട, നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കെ പറ്റി സംസാരിച്ചാൽ നീ ആണെങ്കിൽ എന്നെ വിട്ടു പോകും, എനിക്കത് ഇഷ്ടമല്ല, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. ഇത് കേട്ട് ഇവളും ഷോക്കായി നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കങ്ങാണെങ്കിൽ ഒരു ഫോട്ടോ നോക്കുകയാണ്. ആ ഫോട്ടോയിൽ വന്നിട്ട് കങ്ങും ഹാരിയും ഗൗണും കിമ്മും ഒക്കെ ഉണ്ട്. ഇവനും നല്ല ഹാപ്പിയായി ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കും. എന്നാൽ ഇവൻ്റെ കൂടെയുള്ള 3 പേരും മാഞ്ഞു പോകും. അപ്പോൾ ഇവനൊന്നും മനസ്സിലാവാതെ ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കിമ്മും ആർട്ട് റൂമിൽ വരെയാണ്. എന്നിട്ട് ഇവൻ പറയുന്നത് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു റൂം ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് പാർക്കാണെങ്കിൽ പോകും. എന്നിട്ട് ഹാരി ആണെങ്കിൽ പാർക്ക് പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് വരെയാണ്. അപ്പോൾ ഗൗൺ ഇവളെ കണ്ടിട്ട് ചോദിക്കും പാർക്ക് എന്തോ പറഞ്ഞെന്ന്. എന്നാൽ ഇവൾ പറയും എനിക്ക് ഈ കാര്യത്തെ പറ്റി ഇപ്പോൾ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഇവൾ ഗൗണിനെ വിളിച്ചിട്ട് പോകും. കിം ആർട്ട് റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവനാണെങ്കിൽ ഒരു പെയിൻറ്റിങ് കിട്ടുകയാണ്. ആ പെയിൻറ്റിങ്ങിലുള്ള പെണ്ണിനാണെങ്കിൽ വായി കാണൂല. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു കാര്യം ഓർക്കും, ഹാരിയും ഗൗണും ലൈബ്രറിയിൽ വെച്ച് കണ്ട പ്രേതത്തിനും വായില്ലായിരുന്നു, അതുമല്ല ഗൗൺ എടുത്ത ബുക്കിൻ്റെ അതേ പേരായിരുന്നു ഈ പെയിൻറ്റിങ്ങിലുള്ളത്. ഇതൊക്കെ ആലോചിച്ച് ആ പെയിൻറ്റിങ് നോക്കി പേടിച്ച് നിൽക്കുകയാണ് കിം. അടുത്ത ദിവസം ഹാരി ആണെങ്കിൽ പാർക്ക് പ്രപ്പോസ് ചെയ്തത് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗൗൺ വന്നിട്ട് സ്കൂളിൽ പോകാൻ സമയമായെന്നും പറഞ്ഞ് ഇവളെ വിളിക്കും. അങ്ങനെ ഇവളും പോകാൻ എണീക്കുമ്പോൾ ഇവരുടെ വിൻഡോ ആണെങ്കിൽ ഒന്ന് തുറന്നു കിടക്കണം ഇവള് ശ്രദ്ധിക്കും. അപ്പോൾ ഇവള് ഗൗണിൻ്റെ അടുത്ത് ചോദിക്കും നീയാണോ ഈ വിൻഡോ തുറന്നിട്ടേന്ന്. അപ്പോൾ അവൾ പറയില്ല ഞാൻ തുറന്നിട്ടില്ലെന്ന് പറയും. എന്നാൽ അവൾ അത് വലിയ രീതിക്ക് എടുക്കാതെ സ്കൂളിലോട്ട് പോകും. അങ്ങനെ ഹാരിയും ഗൗണും ഓരോന്നും സംസാരിച്ച് വരുമ്പോൾ ഇവരുടെ നേരെ പാർക്ക് വരെയാണ്. പാർക്കിനെ കണ്ടപ്പോൾ ഹീറോയിനാണെങ്കിൽ ഇവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗൗണിന് ഹാരിയുടെ അടുത്ത് ചെറിയ ഡൗട്ട് വരെയാണ്, അവൾ എന്തോ മറയ്ക്കണമെന്ന് വെച്ച്. ആ ഒരു ദിവസം മൊത്തം ഇവളാണെങ്കിൽ പാർക്കിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ഗൗൺ ശ്രദ്ധിച്ചിട്ട് ഹാരിയുടെ അടുത്ത് ചോദിക്കും നീ എന്തിനാ പാർക്കിനെ അവോയ്ഡ് ചെയ്യണമെന്ന്. ഈ ഒരു ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹാരി പറയും ഞാൻ പോയി നമുക്ക് കുടിക്കാനുള്ള വെള്ളം വാങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ അവൾ വെള്ളം വാങ്ങാനായിട്ട് പൈസ എടുക്കുമ്പോൾ അവൾക്കാണെങ്കിൽ പേൽസിൽ നിന്ന് ഒരു ചെറിയ പേപ്പർ കിട്ടുകയാണ്. ആ ഒരു പേപ്പറിൽ കങ്ങാണെങ്കിൽ ഇവക്കൊരു മെസ്സേജ് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്കൂൾ കഴിഞ്ഞിട്ട് അവനെ പോയി മീറ്റ് ചെയ്യണമെന്ന്. ഇവൾ ഈ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ പാർക്ക് വരുന്നത്. എന്നിട്ട് പാർക്ക് ഇവളടുത്ത് ചോദിക്കും എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്, ഫ്രീ ആണോ എന്ന്. അപ്പോൾ ഇവള് പറയും ഇല്ല ഇപ്പോൾ പറ്റത്തില്ല, എനിക്ക് വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇവള് പോവും. അങ്ങനെ ഇവളും കങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവള് കങ്ങിനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. കങ്ങും ഫോട്ടോയ്ക്ക് നല്ല പോസൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കും നീ എപ്പോൾ ആ ഒരു മെസ്സേജ് ആണെങ്കിൽ എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഇട്ടേന്ന്. അപ്പോൾ ഇവനും പറയും ഞാൻ ഇന്നലെ രാത്രിയാണ് വന്ന് ആ മെസ്സേജ് ഇട്ടതെന്ന്. ഇത് കേട്ട് ഇവളും ചോദിക്കും അപ്പോൾ ഇന്നലെ രാത്രി നീ ആണോ ആ വിൻഡോ തുറന്നിട്ടേന്ന്. അപ്പോൾ ഇവനും പറയും നിന്നെ മീറ്റ് ചെയ്യാൻ വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് കങ്ങ് ഇവളടുത്ത് പറയും നീ എന്തിനു ഫോട്ടോ മറഞ്ഞു നിന്ന് എടുത്തേന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവരുടെ ഒരു സെൽഫി എടുക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും നീ നമ്മുടെ സ്കൂളിൽ ഒരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ആ പ്രേതത്തെ പറ്റിയാണോ എന്ന്. അപ്പോൾ കങ്ങും പറയും ഞാനും ആ പ്രേതത്തെ പറ്റിയാണ് പറയാൻ വന്നതെന്ന്. എന്നിട്ട് ഇവൻ പറയും പാർക്ക് ആ പ്രേതമായിട്ട് റിലേറ്റഡ് ആണെന്ന്, അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നീ ആണെങ്കിൽ കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്ന് കങ്ങ് ഇവളടുത്ത് പറയും. ഇതേ സമയം പാർക്ക് ഇവളെ ഫോൺ ചെയ്യുന്നിട്ട് ഇവളടുത്ത് പറയും നീ എന്നെ വന്ന് സ്കൂളിൽ മീറ്റ് ചെയ്യും, ഞാൻ ആ പ്രേതത്തെ പറ്റി എല്ലാം പറയാമെന്ന്. നെക്സ്റ്റ് സീനിൽ കിം ആണെങ്കിൽ ഗൗണിന് ആ ഒരു പെയിൻറ്റിങ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവളടുത്ത് ചോദിക്കുന്നു ഈ ഒരു പേരല്ലേ നിൻ്റെ ആ ബുക്കിൽ കിടന്നതെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഉറപ്പിക്കുകയാണ് ആ ഒരു പെയിൻറ്റിങ് വന്നിട്ട് ലൈബ്രറിയിൽ കണ്ട ആ ഒരു പ്രേതത്തിൻ്റെ ആണെന്ന്. അങ്ങനെ ഹാരിയും പാർക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് വരികയാണ്. അപ്പോൾ ഹാരി ഇവളടുത്ത് ചോദിക്കും നീ എവിടെ പോയതാണെന്ന്. അപ്പോൾ ഇവൾ പറയും ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയതാണ്, അയാളെ നിനക്ക് അറിഞ്ഞുകൂടെന്ന്. എന്നാൽ പാർക്ക് പറയും നീ
മീറ്റ് ചെയ്ത ആ ഒരു പേഴ്സൺ വന്നിട്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. ഇതൊക്കെ കേട്ട് ഇവളും ആലോചിക്കും, കങ്ങ് പറഞ്ഞ് ഇവൻ്റെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് നടക്കണമെന്ന്. എന്നാൽ ഇവൻ പറയണ അവൻ്റെ അടുത്ത് കെയർഫുൾ ആയിട്ട് നടക്കണമെന്ന്. ആർക്കാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും, നീ മീറ്റ് ചെയ്ത കങ്ങ് വന്നിട്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതുമല്ല അവനാണെങ്കിൽ ഇന്നലെ നിങ്ങളുടെ റൂമിൽ വരുന്ന ഞാൻ കണ്ടായിരുന്നെന്ന് ഇവൻ പറയും. അപ്പോൾ ഇവള് പറയും, അങ്ങനെയൊന്നുമില്ല, അവനാണെങ്കിൽ എന്നെ അർജന്റായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ റൂമിൽ വന്നതെന്നും പറയും. എന്നാൽ പാർക്ക് ഇവളുടെ അടുത്ത് പറയും, നീ എപ്പോഴും അവനെ മീറ്റ് ചെയ്യേണ്ട, എനിക്ക് പേടിയാണ്, കാരണം നീ അവനെ മീറ്റ് ചെയ്താൽ നീ എന്നെ വിട്ടു പോകുന്നു. ഇതേ സമയം ഗൗൺ കിമ്മിൻ്റെ അടുത്ത് പറയും, ആ പെയിൻറ്റിങ്ങിലുള്ള പെണ്ണ് ഈ സ്കൂളിലായിരിക്കും പഠിച്ചത്, അതുകൊണ്ടായിരിക്കും ഇവളുടെ ബുക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന്, അതുകൊണ്ട് തന്നെ ഏത് ഇയറിൽ ഈ പെണ്ണ് പഠിച്ചു കഴിഞ്ഞതെന്ന് നോക്കാമെന്നും പറഞ്ഞ് ഗൗൺ കിമ്മിനെയും വിളിച്ച് ലൈബ്രറിയിൽ പോകും. അങ്ങനെ കിമ്മും ഗൗണും ലൈബ്രറിയിൽ പോയി ഇയർ ബുക്ക് തേടി നോക്കുകയാണ്. ഇതേ സമയം പാർക്ക് പറയും, എല്ലാവരും പറയുന്ന പോലെ എൻ്റെ അടുത്ത് ഒരു പ്രേതമുണ്ട്, ആ പ്രേതം എന്നെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഞാൻ ആരുടെ കൂടെ ഫ്രണ്ട് ആയാലും ആ പ്രേതം അവരെയും ശല്യപ്പെടുത്തും, അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യും, എന്നാൽ നീ മാത്രമാണ് എൻ്റെ കൂടെ എപ്പോഴും നിന്ന്, അതുകൊണ്ടാണ് നീ എന്നെ വിട്ട് പോവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇവളടുത്ത് പറയും. നെക്സ്റ്റ് സീനിൽ ഗൗണിന് ആ ലൈബ്രറിയിൽ പ്രേതം ഉള്ളതായി ചെറിയ പ്രസൻസ് തോന്നുകയാണ്. അതുകൊണ്ട് ഇവൾ കിമ്മിൻ്റെ അടുത്ത് പറയും, നമുക്ക് ഇയർ ബുക്ക് വേറെ എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്യാമെന്ന്. ഗൗണും കിമ്മും ഇയർ ബുക്ക് തേടി നടക്കുന്ന ഈ പ്രേതമാണെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൗണും കിമ്മും ഇയർ ബുക്കുമായിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് നോക്കുകയാണ്. അങ്ങനെ ഒരു ഇയർ ബുക്ക് നോക്കി ഇവർ കണ്ടുപിടിക്കുകയാണ് ആ പെയിൻറ്റിങ്ങിലുള്ള പെണ്ണ് ഈ സ്കൂളിൽ പഠിച്ചതാണെന്ന്. എന്നിട്ട് ഇവർ പറയാണ്, എങ്ങനെയെന്തോ ആ പെണ്ണ് പ്രേതമായി മാറിയെന്ന്. എന്നിട്ട് പാർക്ക് ഹാരി അടുത്ത് പറയും, നീ എന്നെ വിട്ടിട്ട് പോണെങ്കിൽ പോന്ന്. അപ്പോൾ ഇവളും പറയും, അങ്ങനെ ഒന്നും ഞാൻ നിന്നെ വിട്ടിട്ട് പോവില്ല, നീ എൻ്റെ നല്ല ഫ്രണ്ടാണ്, നമുക്ക് എപ്പോഴും നല്ല ഫ്രണ്ട് ആയിരിക്കാമെന്ന് ഇവളും പറയും. അപ്പോൾ പാർക്കും ശരി, നമുക്ക് ഫ്രണ്ട് ആയിരിക്കാമെന്ന് പറയും. അന്ന് രാത്രി ഗൗണിന് നല്ല തലവേദന എടുക്കും. ഈ ഒരു തലവേദനയ്ക്ക് കാരണം പാർക്കിനെ ശല്യപ്പെടുത്തുന്ന പ്രേതത്തിൻ്റെ കൈയാണെങ്കിൽ ഇവളുടെ തലയിൽ കൂടെ വരണ കാണാൻ പറ്റും. എന്നിട്ട് ഗൗൺ ഹാരിയുടെ അടുത്ത് പറയും, ആ പ്രേതം ഇവരുടെ സ്കൂളിലാണ് പഠിച്ചതെന്ന്. അപ്പോൾ ഹാരിയും പാർക്ക് പറഞ്ഞ എല്ലാ കാര്യവും ഇവളുടെ അടുത്ത് പറയും. എന്നിട്ട് ഹാരി പറയും, ആ പ്രേതം എന്തിന് ഇവനെ ശല്യപ്പെടുത്തുന്നതെന്ന് അവന് കൂടെ അറിഞ്ഞുകൂടാന്ന്. അങ്ങനെ ഇവർ ആ പ്രേതത്തെ പറ്റി സംസാരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ സാറാണെങ്കിൽ പുതിയൊരു സ്റ്റുഡൻറ്റ് വന്നെന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ പുതിയ സ്റ്റുഡൻറ്റ് വന്നിട്ട് കങ്ങാണ്. ഇവർ നേരെ ഹാരിയുടെ ബാക്കിലുള്ള സീറ്റിൽ പോയി ഇരിക്കുകയാണ്. ഹാരിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല, കങ്ങ് എന്തിനാ അവിടെ വന്നേന്ന്. എന്നാൽ പാർക്കിന് കങ്ങ് അവിടെ വന്നത് ഒട്ടും ഇഷ്ടമായില്ല. ബ്രേക്ക് ടൈമിൽ ഹാരി കങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, ഇവിടെ എന്തിനു നീ വന്നേന്ന്. അപ്പോൾ ഇവൻ പറയും, എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ഇവിടെ വന്നേന്ന്. എന്നാൽ ഹാരിക്ക് ഇവൻ പറയണ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുവഴി ഗൗണും പോവും. ഇവൾ ടയേർഡായി പോകുന്ന കണ്ട് ഹാരി ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഗൗൺ പറയും, തലവേദനയാണ്, അതുകൊണ്ട് മെഡിക്കൽ റൂമിൽ പോവാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. എന്നാൽ കങ്ങിന് ഗൗണിൻ്റെ അടുത്ത് ഡൗട്ട് വരെയാണ്, ഇവളെ ഏതോ പ്രേതം പോസസ് ചെയ്തെന്ന് അവന് തോന്നുവാണ്. നെക്സ്റ്റ് സീനിൽ ഹാരി പാർക്ക് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കങ്ങ് ആ സ്കൂളിൽ വന്നതൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഹാരി ആണെങ്കിൽ സീറ്റിൽ നിന്ന് വന്ന് വീഴും. അപ്പോൾ പാർക്കും കങ്ങും ആണെങ്കിൽ ഓടിപ്പോൾ ഇവക്ക് കൈ കൊടുക്കും. എന്നാൽ ഹാരി ആണെങ്കിൽ അവരുടെ കൈയൊന്നും പിടിക്കാതെ കിമ്മിനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും വിചാരിക്കും ഇവിടെ എന്തോ ട്രയാങ്കിൾ ലവ് സ്റ്റോറി നടക്കുകയാണെന്ന്. ഇത് കണ്ടിട്ട് കിമ്മ് വിചാരിക്കും ഹാരിക്ക് എന്തോ ഇവൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കിമ്മ് ഇവളുടെ അടുത്ത് പറയും, എനിക്ക് നിന്റെ ലവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, ഞാൻ നിന്നെ ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഇവളും ഒന്നും മനസ്സിലാവാതെ ഇവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് കങ്ങും പാർക്കും സ്കൂളിൻ്റെ ടെറസിൽ പോയി മീറ്റ് ചെയ്യാണ്. എന്നിട്ട് പാർക്കാണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിന് ഇവിടെ വന്നേന്ന്. അപ്പോൾ കങ്ങ് ഇവൻ്റെ അടുത്ത് പറയും, ഞാൻ ഹാരിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവിടെ വന്നേന്ന്. അപ്പോൾ പാർക്ക് പറയും, നീയാണ് ഹാരിയെ ഡാൻജറിലോട്ട് തള്ളി വിടുന്നതെന്ന്. ഇത് കേട്ടിട്ട് കങ്ങ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ മന്ത്രവാദം എഴുതി ഒരു പേപ്പർ എടുക്കാൻ തുടങ്ങും. ആ പേപ്പർ എടുക്കുന്ന കണ്ടിട്ട് പാർക്ക് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അവിടെ ഒരു ഷീഡ് വരുന്നതായി കാണാൻ പറ്റും. എന്നാൽ കങ്ങാണെങ്കിൽ ആ പേപ്പർ ഫുള്ളായിട്ട് എടുക്കില്ല. എന്നിട്ട് ഇവൻ പാർക്കിൻ്റെ അടുത്ത് പറയും, ഞാൻ എന്തായാലും ഹാരിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അന്ന് രാത്രി ഗൗണും ഹാരി സ്കൂളിൽ നടന്നതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഗൗൺ വിയേർഡായിട്ട് പെരുമാറുന്നത്. ലൈബ്രറിയിൽ കണ്ട പ്രേതമാണെങ്കിൽ ഗൗണിനെ പൊസസ് ചെയ്തായിരുന്നു. എന്നിട്ട് ഗൗൺ ഹാരിയുടെ അടുത്ത് ഒരു വിയേർഡായിട്ടുള്ള വോയിസിൽ പറയും, നീ പാർക്കിൻ്റെ അടുത്ത് മിണ്ടരുത്, അവനെ വിട്ടു പോകുന്നു. ഹാരിയും പേടിച്ച് ഗൗണിനെ വന്ന് വിളിക്കും. അപ്പോൾ ആ പ്രേതവും അവിടെ നിന്ന് പോകും. ഇതേ സമയം കങ്ങിനെ കാണിക്കുകയാണ്. കങ്ങ് നല്ല വീക്കായിട്ടിരിക്കുകയാണ്. കങ്ങ് പറയാണ്, ഇനി കുറച്ച് സമയം കൂടെ ഇവൻ്റെ കയ്യിലുള്ളൂ എന്ന്. നെക്സ്റ്റ് സീനിൽ ഹാരിയും ഗൗണും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാരി വിചാരിക്കും ഇന്നലെ രാത്രി നടന്ന സംഭവം ഇവളടുത്ത് പറയണമെന്ന്. ഇവളടുത്ത് അഥവാ പറഞ്ഞ് ഇവൾ പേടിക്കുമെന്നും പറഞ്ഞ് അവൾ പറയുകയില്ല. കങ്ങും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കണം നോക്കുകയാണ്. അപ്പോൾ കങ്ങിനാണെങ്കിൽ ഗൗണിൻ്റെ അടുത്ത് ഒരു പ്രേതമുള്ള പ്രസൻസ് തോന്നുകയാണ്. എന്നിട്ട് കിമ്മ് ഹാരിയുടെ അടുത്ത് പറയും, ഗൗൺ ഇപ്പോൾ ഡാൻജറിലാണ്. അപ്പോൾ ഇവളും ചോദിക്കും എന്തുകൊണ്ടെന്നൊക്കെ. അപ്പോൾ കിമ്മ് പറയും, വാ ഞാൻ പറയാമെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളെ ഒരു ഡോറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ആ ഡോറിലാണെങ്കിൽ ഇവൻ നേരത്തെ എടുത്ത് ആ ഒരു മന്ത്രവാദം എഴുതിയ പേപ്പർ ഒട്ടിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഡോറിൻ്റെ അകത്തൂടെ കയറിപ്പോവും. ഇതാണെങ്കിൽ പാർക്കും കാണുന്നുണ്ടായിരുന്നു. കങ് ആ ബോക്സിനുള്ളിൽ ഒരു മാജിക് ചെയ്ത് ഇവളെ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് കണ്ട് ഇവളും ഷോക്കായി. ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇതെങ്ങനെ ചെയ്തത്, നീ വല്ല മജീഷ്യനും ആണോ എന്ന്. അപ്പോൾ കങ് പറയും, നീ ഫസ്റ്റ് കഴിക്കും, നിനക്ക് സ്ട്രോബെറി ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ സ്ട്രോബെറി
സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ എടുത്തു കൊടുക്കും. ഇതേ സമയം ഇവക്കാണെങ്കിൽ ചെറിയൊരു ഓർമ്മ വരെയാണ്. അത് വന്നിട്ട് ഈ ഒരു സീനാണെങ്കിൽ ഇവള് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ആയിരുന്നു. എന്നാൽ ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇതൊന്നും പറയില്ല. എന്നിട്ട് ഇവള് പറയും ഇന്നലെ രാത്രി ഗൗൺ ആണെങ്കിൽ കുറച്ച് വിയേർഡായിട്ട് പെരുമാറിയെന്ന്. അപ്പോൾ കങ് ഇവളടുത്ത് പറയും ഗൗണ വന്നിട്ട് പാർക്കിൻ്റെ കൂടെയുള്ള പ്രേതമാണെങ്കിൽ പൊസസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് കിമ്മിൻ്റെ അടുത്ത് നീ പറയണം അവളെ കെയർഫുള്ളായിട്ട് നോക്കണമെന്ന്. ഹാരി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് കിമ്മിനെ കോൾ ചെയ്യും. ഈ ഒരു സമയം ഗൗണും കിമ്മും ഓരോന്നും സംസാരിച്ച് വരെയാണ്. അപ്പോൾ ഗൗൺ പറയും ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന്. വാഷ്റൂമിൽ പോകുമ്പോൾ ആ പ്രേതമാണെങ്കിൽ ഇവളെ ഫുള്ളായിട്ട് പൊസസ് ചെയ്യും. എന്നിട്ട് കിം ഹാരിയുടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുക എന്തിനാ വിളിച്ചതെന്ന്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും നീ ഗൗണ ഒന്ന് സൂക്ഷിച്ചോന്നു. ഗൗണും വെളിയിൽ വരും. ഇവളുടെ മുഖം ഇപ്പോൾ കണ്ട ഒരു പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട്. ഇത് കണ്ട് കിം നല്ല പേടിച്ച് അവിടെ ബോധം കെട്ട് വീഴും. അങ്ങനെ ഹാരി ആണെങ്കിൽ കിം പേടിക്കുന്ന സൗണ്ട് ഫോണിൽ കൂടെ കേൾക്കുകയാണ്. അപ്പോൾ അവൻ എന്താ പറ്റിയെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അവൻ്റെ അടുത്ത് ഓടി വരികയാണ്. ഈ ഒരു സമയം ഗൗൺ നേരെ പാർക്കിൻ്റെ അടുത്താണ് പോണേ. എന്നിട്ട് ഗൗണിൻ്റെ ഉള്ളിലുള്ള ആ പ്രേതമാണെങ്കിൽ ഇവനെ കൊല്ലാൻ ട്രൈ ചെയ്യാണ്. ഈ ഒരു സൗണ്ട് കേട്ട് കങ്ങും ഹാരി അവിടെ വരും. എന്നിട്ട് ഇവർ പറയും പാർക്കിനെ വെറുതെ വിടാനെന്ന്. അങ്ങനെ പാർക്കിനെയും താഴെ ഇട്ടിട്ട് ഈ ഒരു പ്രേതമാണെങ്കിൽ ഹാരി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരെയാണ്. ഇത് കണ്ടിട്ട് പാർക്കാണെങ്കിൽ അവൻ്റെ കയ്യെ താഴെ ഇടിക്കും. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള മോതിരമാണെങ്കിൽ നല്ലപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു മോതിരത്തിൻ്റെ പവർ കാരണം തന്നെ ഗൗണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രേതം പോവുകയാണ്. കങ്ങും ഇത് നോട്ട് ചെയ്യാണ്. അപ്പോൾ അവ ഉറപ്പിക്കുക ആ മോതിരത്തിന് എന്തോ പവർ ഉണ്ടെന്ന്. നെക്സ്റ്റ് സീനിൽ കിമ്മിനെയും ഗൗണിനെയും മെഡിക്കൽ റൂമിൽ കൊണ്ടുവരികയാണ്. അവിടെ വന്നിട്ട് പാർക്കും കങ്ങും നല്ലപോലെ അടി വെക്കും. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ്. ഇവരുടെ അടി കണ്ടിട്ട് ഹാരി പറയും നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് പോകും, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വിശ്വാസമില്ലെന്ന്. എന്നിട്ട് പാർക്കാണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് വന്ന് പറയും നിനക്കിപ്പോൾ എൻ്റെ സീക്രട്ട് അറിയാം, പിന്നെ എന്തിനാ നീ വെറുതെ ഇരിക്കണേന്ന്. അപ്പോൾ കങ്ങ് പറയും ഇത് കറക്റ്റ് സമയമല്ല, സമയമാകുമ്പോൾ ഞാൻ എല്ലാം ചെയ്യാമെന്നും പറഞ്ഞ് അവ അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ ഗൗൺ ഹാരിയുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയും ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതുകൊണ്ട്. അപ്പോൾ ഹാരി പറയും നമ്മളെ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ. എന്നിട്ട് അവിടെ കിമ്മ് വന്നിട്ട് ഗൗണിൻ്റെ അടുത്ത് ചോദിക്കും ആ പ്രേതം നിന്റെ ഉള്ളിലിരുന്നപ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നിയോന്ന്. അതിന് ഗൗൺ പറയും പാർക്കിൻ്റെ അടുത്ത് ആ പ്രേതത്തിന് വന്നിട്ട് 2 ഇമോഷൻസ് ആണുള്ളത്, ഒന്ന് വന്നിട്ട് നല്ല സ്നേഹവും ഒന്ന് വന്നിട്ട് നല്ല ദേഷ്യവും വെറുപ്പും. എന്നിട്ട് ഇവരാണെങ്കിൽ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രേതത്തിൻ്റെ പേര് പറയും. ഈ പെണ്ണ് ഇവിടെയാണ് 5 വർഷം മുമ്പ് പഠിച്ച് അറിയാമെന്നൊക്കെ. അപ്പോൾ ഈ സാറ് പറയും ഞാൻ 10 വർഷമായിട്ട് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്നാൽ എനിക്ക് ഈ ഒരു പെണ്ണ് ഇവിടെ പഠിച്ചതായിട്ട് ഓർമ്മയില്ലെന്ന്. അന്ന് ക്ലാസ്സിലാണെങ്കിൽ പാർക്കും കങ്ങും വന്നില്ല. അതോടെ ഗൗൺ ആണെങ്കിൽ ഇവളടുത്ത് പറയും നമുക്ക് ഇന്ന് രാത്രി ടീച്ചേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ പോയി ആ പെണ്ണിനെ പറ്റി അന്വേഷിക്കാമെന്ന്. അങ്ങനെ ഹാരി ഗൗണും കിമ്മും സ്കൂളിൽ പോയിട്ട് റെക്കോർഡ്സ് ഒക്കെ നോക്കുകയാണ്. ഇവർ ആ റെക്കോർഡ്സ് കണ്ട് ഷോക്കാവുകയാണ്. കാരണം ഇവരുടെ സ്കൂൾ റെക്കോർഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ റെക്കോർഡ്സും ബ്ലാങ്ക് ആയി കിടക്കുന്നു. അങ്ങനെ ഇവർ ഒന്നും മനസ്സിലാവാതെ സ്കൂളിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ അവിടെയാണെങ്കിൽ പാർക്കും വരും. എന്നിട്ട് ഇവൻ പറയും നിങ്ങൾ ആ പ്രേതത്തിൻ്റെ സ്കൂൾ റെക്കോർഡ് നോക്കിയാലേ പോയെന്ന്, എന്നാൽ ഞാനും അവിടെ പോയിരുന്നു, എനിക്ക് ആ റെക്കോർഡാണെങ്കിൽ കിട്ടിയില്ലെന്ന്. എന്നിട്ട് ഇവൻ പറയും ആ പ്രേതമാണ് ആ റെക്കോർഡൊക്കെ ബ്ലാങ്ക് ആക്കിയത്, അതുമല്ല ആ പ്രേതമാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ മൈൻഡൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തെന്നു. ഇതേ സമയം കങ് അവിടെ എന്തോ മന്ത്രവാദം ചെയ്യുവാണ്. അപ്പോൾ അവൻ്റെ മുൻപിലാണെങ്കിൽ പാർക്കിനെ ശല്യപ്പെടുത്തുന്ന പ്രേതം വരെയാണ്. പാർക്ക് പറയും കങ്ങും ആ പ്രേതവും കൂടെ ചേർന്നാണ് സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ മൈൻഡൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന്. എന്നിട്ട് പാർക്ക് പറയും ഇവന് സ്പിരിച്വൽ പവേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രേതത്തെയൊക്കെ കാണാൻ പറ്റുമെന്ന്. ഇവൻ ഫസ്റ്റായിട്ട് ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ആ പ്രേതത്തെ കാണുന്നത്. പ്രേതത്തിന് മനസ്സിലായി ഇവനാണെങ്കിൽ സ്പിരിച്വൽ പവേഴ്സ് ഉണ്ടെന്ന്. അതിനുശേഷമാണ് ആ പ്രേതം ഇവനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതെന്ന് ഇവരുടെ അടുത്ത് പറയും. എന്നിട്ട് ഇവ ഹാരിയുടെ അടുത്ത് പറയും നിനക്കും സ്പിരിച്വൽ പവേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നീയും പ്രേതത്തെ കാണുന്നത്. പിന്നെ കിമ്മും ഗൗണും നമ്മുടെ കൂടെ നടക്കുന്ന കൊണ്ടാണ് അവരും പ്രേതത്തിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ കങ്ങ് ഒരു മനുഷ്യനല്ല, അവനും പ്രേതമാണെന്ന് പാർക്ക് പറയും. ഇതേ സമയം കങ്ങും എന്തോ മന്ത്രവാദമൊക്കെ ചെയ്ത് ആ പ്രേതത്തിൻ്റെ വായ് ശരിയാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സീന് കാണുമ്പോൾ നമുക്കും തോന്നും കങ്ങും ഒരു പ്രേതമാണെന്ന്. എന്നിട്ട് പാർക്ക് ഹാരിയുടെ അടുത്ത് പറയും നിന്റെ ഓർമ്മയിലുള്ള കങ്ങ് എന്ന് പറയുന്ന പേഴ്സണാണ് ആ പ്രേതമാണെങ്കിൽ കങ്ങായിട്ട് മാറ്റിയിരിക്കണേന്ന്. അപ്പോൾ ഗൗൺ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും നമ്മുടെ മെമ്മറീസൊക്കെ ആ പ്രേതം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിന്റെ മെമ്മറീസ് ആ പ്രേതം കൺട്രോൾ ചെയ്തില്ലെന്ന്. അതിന് പാർക്ക് പറയും ഇവൻ്റെ അടുത്ത് സ്പിരിച്വൽ പവേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ പ്രേതത്തിന് ഇവൻ്റെ മെമ്മറിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. പിന്നെ ഹാരിയുടെ മെമ്മറി ആ പ്രേതത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ഫേക്കായിട്ടുള്ള കങ്ങിനെ ഇവളുടെ മുമ്പിൽ കൊണ്ടുവന്നേന്ന്. അപ്പോൾ ഗൗൺ പറയും നീ പറയണ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും, ചിലപ്പോൾ നീയും പ്രേതമായിരുന്നാലോ എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് പോകും. ഹാരി നല്ല ടെൻഷനായി ഗൗണിൻ്റെ അടുത്ത് പറയും ഈ സമയം കങ്ങിനെ വിശ്വസിക്കണോ അതോ പാർക്കിനെ വിശ്വസിക്കണോ എന്ന് അറിഞ്ഞുകൂടുന്നു. അടുത്ത ദിവസം സ്കൂളിൽ ഇവരാണെങ്കിൽ പാർക്കിനെയും കങ്ങിനെയും നല്ലപോലെ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ കങ്ങാണെങ്കിൽ ഹാരിയുടെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്യും, എന്നാൽ ഗൗൺ ആണെങ്കിൽ അവളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ കങ്ങും പാർക്കും സ്കൂളിൻ്റെ ടെറസിൽ പോയി മീറ്റ് ചെയ്യാണ്. കങ്ങാണെങ്കിൽ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തുവാണ് അവളുടെ അടുത്ത് പറഞ്ഞതെന്ന്. എന്നാൽ പാർക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും ഞാൻ അതൊന്നും ഇപ്പോൾ പറയൂലെന്ന്. അപ്പോൾ കങ്ങാണെങ്കിൽ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്ത് ആ പ്രേതത്തെ കൊണ്ടുവരും. ആ പ്രേതമാണെങ്കിൽ പാർക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഈ സൗണ്ട് ആയിട്ട് അവിടെ കിമ്മ് ഹാരിയും ഗൗണൊക്കെ വരെയാണ്. ഈ ഒരു സീന് കണ്ടിട്ട് ഇവർ ഉറപ്പിക്കുകയാണ് കങ്ങാണ് പ്രേതമെന്ന്. എന്നിട്ട് ഹാരി ആണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത്
അടുത്ത് പോയി പറയും പാർക്കിനെ രക്ഷിക്കാനെന്ന്. എന്നാൽ കങ്ങാണെങ്കിൽ പാർക്കിനെ രക്ഷിക്കൂല. അപ്പോൾ പാർക്കാണെങ്കിൽ അവൻ്റെ മോതിരത്തിൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് ആ പ്രേതത്തെ അവിടെ നിന്ന് തള്ളി മാറ്റും. എന്നിട്ട് പാർക്കും കങ്ങും അവരുടെ പവേഴ്സൊക്കെ വെച്ചിട്ട് അടി കൂടും. ആ ഒരു പവർ കാരണം എല്ലാവരും ചെതറി ഓരോ സ്ഥലത്ത് വന്ന് വീഴും. എന്നാൽ ഹാരി ആണെങ്കിൽ ബിൽഡിങ്ങിൽ തൂങ്ങി നിൽക്കും, താഴെ വീഴാൻ കണക്കായി. ഈ ഒരു സമയം കങ്ങാണെങ്കിൽ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ കൊടുക്കും. എന്നാൽ ഇവളാണെങ്കിൽ പാർക്ക് പറഞ്ഞ കാര്യവും പിന്നെ കങ്ങ് പറഞ്ഞ കാര്യമൊക്കെ എല്ലാം ആലോചിച്ച് കൺഫ്യൂസ്ഡായി അവിടെ നിന്ന് താഴെ വന്ന് വീഴും. അങ്ങനെ അവൾ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ വീണിട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളാണെങ്കിൽ പാർക്കിൻ്റെ ഷോൾഡറിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവൾ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ താഴെ വീണയല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ പാർക്ക് ഇവളുടെ അടുത്ത് പറയും, ഇവളാണെങ്കിൽ താഴെ വീഴാൻ പോയ സമയം ഇവൻ്റെ എല്ലാ സ്പിരിച്വൽ പവേഴ്സും യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്തതെന്ന്. ഇവക്കൊന്നും മനസ്സിലാവാതെ ഇവളാണെങ്കിൽ അവിടെ എല്ലായിടത്തും പോയി നോക്കും. അവിടെയാണെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം തന്നെ ഉണ്ട്, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, ഫ്രണ്ട്സൊക്കെ എവിടെയെന്ന്. അപ്പോൾ ഇവൻ പറയും, ഇവിടെ ഫ്രണ്ട്സ് ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം തന്നെ ഉണ്ട്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ തരാമെന്ന്. എന്നിട്ട് ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും ഇവക്ക് ദാഹിക്കണമെന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവക്കൊരു ജ്യൂസ് എടുത്തു കൊടുക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ എങ്ങനെ ഈ സ്പിരിച്വൽ പവേഴ്സൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ ചെയ്തതെന്ന്. അതിന് ഇവളുടെ അടുത്ത് പറയും, ഈ ഒരു പ്ലേസിൽ വന്നിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമാണുള്ളത്, ഇവിടെ വന്നിട്ട് ഒരു പ്രേതവും ഇല്ല, ഒരു എക്സാമും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാമെന്ന്. എന്നാൽ ഹാരിക്കാണെങ്കിൽ ആ ഒരു പ്ലേസ് ഒന്നും ഇഷ്ടമായില്ല. ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്ന് ഇവൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ഇവക്കൊരു മോതിരം ഇട്ട് കൊടുക്കാൻ വരും. എന്നിട്ട് ഇവൻ പറയും, എൻ്റെ എല്ലാ സ്പിരിച്വൽ പവേഴ്സ് യൂസ് ചെയ്ത്, അതുകൊണ്ട് നമുക്കിനി ഈ ഒരു പ്ലേസ് വിട്ട് പോകണമെങ്കിൽ നിൻ്റെ സ്പിരിച്വൽ പവേഴ്സ് വേണം നീ യൂസ് ചെയ്യാൻ, അതുകൊണ്ട് നീ ഈ ഒരു മോതിരം ഇടുക, അപ്പം നിൻ്റെ എല്ലാ സ്പിരിച്വൽ പവേഴ്സ് ഈ മോതിരത്തിലോട്ട് വരുമെന്ന്. ഇതേ സമയം കങ്ങ് അവിടെ വന്നിട്ട് ഇവളെ വിളിക്കും. അങ്ങനെ ഇവളും തിരിഞ്ഞ് നോക്കും. അപ്പോൾ ഇവൻ പറയും, നീ ആ ഒരു മോതിരം ഇടാതെ ആ മോതിരം നീ ഇട്ടാൽ ഈ ഒരു പ്ലേസിൽ നീ ആണെങ്കിൽ കുടുങ്ങി പോകുന്നു. എന്നിട്ട് ഇവൻ പറയും, പാർക്ക് ഒരു മനുഷ്യനല്ല, അവൻ പ്രേതമാണെന്ന്. എന്നാൽ പാർക്ക് ഇവളുടെ അടുത്ത് പറയും, അവൻ നിന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്, അവനാണ് പ്രേതമെന്ന്. എന്നിട്ട് പാർക്കും ദേഷ്യത്തിൽ കങ്ങിനെ ആ ഒരു പ്ലേസിന്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. ഈ ഒരു പ്ലേസ് പാർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കങ് ആ പ്ലേസിന്റെ ഉള്ളിൽ വന്നപ്പോൾ കങ്ങിന്റെ എല്ലാ ശക്തിയും കുറയും. എന്നിട്ട് പാർക്കാണെങ്കിൽ കങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവന്റെ സ്പിരിച്വൽ പവേഴ്സ് യൂസ് ചെയ്യണ ഹാരി കണ്ടിട്ട് ഇവന്റെ അടുത്ത് ചോദിക്കും, നീ നിന്റെ സ്പിരിച്വൽ പവേഴ്സ് ഫുൾ യൂസ് ചെയ്തെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേന്ന്. ഇതേ സമയം കങ്ങാണെങ്കിൽ നിന്റെ യഥാർത്ഥ മുഖം കാണിക്കുമെന്നും പറഞ്ഞ് പാർക്കിന്റെ പുറകിൽ ആ മന്ത്രവാദം എഴുതിയ പേപ്പർ ഒട്ടിക്കും. ഈ ഒരു പേപ്പർ ഒട്ടിച്ചത് കൊണ്ട് തന്നെ പാർക്കാണെങ്കിൽ ഒരു പ്രേതമായി മാറുകയാണ്. ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പാർക്കാണ് യഥാർത്ഥത്തിൽ പ്രേതമെന്ന്. ഇതേ സമയമാണ് അവിടെ ആക്ച്വലായി എന്ത് നടന്നതെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ആ ഒരു ഫ്ലാഷ് ബാക്ക് വന്നിട്ട് ഹാരി, ഗൗണ്, കിമ്മ്, കങ് ഇവർ 4 പേരും ഫ്രണ്ട്സാണ്. ഇവരാണെങ്കിൽ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കിമ്മിന്റെ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് കിം ഇവരെ 3 പേരെയും കൂട്ടി ഒരു മൂടിയിട്ട സ്കൂളിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് കിം ഇവരുടെ അടുത്ത് പറയും, ഈ സ്കൂളിലോട്ട് നമുക്ക് പോവാം, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടിരിക്കുമെന്ന്. എന്നാൽ കങ്ങിന് ഈ സ്കൂൾ കണ്ടിട്ട് പ്രേതത്തിന്റെ പ്രസൻസ് തോന്നിയാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് പറയും, നമുക്ക് ഈ സ്കൂളിൽ പോവണ്ട, നമുക്ക് തിരിച്ചു പോവാന്ന്. എന്നാൽ കിം ആണെങ്കിൽ ഇവൻ പറഞ്ഞ ഒന്നും കേൾക്കാതെ ആ സ്കൂളിലോട്ട് പോകും. അങ്ങനെ ഇവർ 3 പേരും അവനെ ഫോളോ ചെയ്ത് ആ സ്കൂളിലോട്ട് വരികയാണ്. അങ്ങനെ ഇവർ 4 പേരും ഒരു ക്ലാസ് റൂമിലോട്ട് വരികയാണ്. ആ ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു പ്രേതം ഉള്ളതായി കങ്ങിന് ഫീൽ ചെയ്യാണ്. അതുകൊണ്ട് കങ്ങ് ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾ പുറത്തു പോകുന്നു. അപ്പോൾ കങ്ങിന് വേറൊരു ക്ലാസ്സിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ അവ ആ ക്ലാസ്സിലോട്ട് പോകും. അങ്ങനെ ഇവർ 3 പേരും ഈ ക്ലാസ്സിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവരുടെ മുന്നിലാണെങ്കിൽ ലൈബ്രറിയിൽ വെച്ച് കണ്ട പ്രേതം വരുന്നത്. ഈ ഒരു പ്രേതത്തെ കണ്ട് കിമ്മും ഗൗണും ബോധം കെട്ട് വീഴും. ഇതേ സമയം ഹാരിയുടെ അടുത്ത് പാർക്കും ഒരു പ്രേതമായിട്ട് വരും. പാർക്കിന്റെ പ്രേതത്തെ കാണുമ്പോൾ ഹാരിയും ബോധം കെട്ട് വീഴും. ഇതൊക്കെ ഹാരി ഓർത്തെടുക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പാർക്കിന്റെ പ്രേതത്തെ കണ്ടിട്ട് മയങ്ങി വീണല്ലോ, അപ്പോൾ എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ കങ്ങ് പറയും, പാർക്കാണ് നിങ്ങളുടെ 3 പേരുടെ മെമ്മറി ആണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ്. പാർക്കിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വരും. എന്നിട്ട് ഇവനാണെങ്കിൽ കങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇത് കണ്ട് ഹാരി ഓടിപ്പോയി പാർക്കിന്റെ കയ്യെ പിടിക്കും. ഹാരിയുടെ കയ്യിൽ കങ്ങ് ഇട്ട് കൊടുത്ത ബ്രേസ്ലെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പാർക്ക് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്ലേസ് ഇല്ലാതായിട്ട് ഇവർ പഴയ പ്ലേസിലോട്ട് വരികയാണ്. അപ്പോൾ പാർക്കിന്റെ പ്രേതമാണെങ്കിൽ ഹാരിയെ യുവോണെന്ന് വിളിച്ച് ഇവളുടെ അടുത്ത് വരും. ഇതേ സമയം അവിടെ ലൈബ്രറിയിലുള്ള പ്രേതം വരും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും, ഇവളാണെങ്കിൽ യുവോണല്ല, നീ മതിയാക്കുന്നു. അപ്പോൾ പാർക്കും ഈ പ്രേതത്തെ ആണെങ്കിൽ ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഈ പ്രേതം വന്നിട്ട് ഈ പാർക്കിന്റെ ചേച്ചിയാണെന്ന്. എന്നിട്ട് പാർക്കിന്റെ ചേച്ചിയാണെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും. പാർക്ക് ജീവനോട് ഇരിക്കുമ്പോഴേ അവനൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്റെ ചേച്ചിയാണ് എപ്പോഴും ഇവനെ കെയർ ചെയ്യുന്നത്. ഇവരുടെ സ്കൂളിൽ യുൻവോ എന്ന് പറയുന്ന ഒരു പെണ്ണ് വരും. ഈ പെണ്ണാണെങ്കിൽ കാണാൻ ഹാരിയെ പോലെ തന്നെ ഇരിക്കും. പാർക്കിനാണെങ്കിൽ യുൻവോനെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവന്റെ ചേച്ചിയെക്കാട്ടിലും കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് യുൻവോന്റെ അടുത്താണ്. ഇവൻ യുൻവോന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണ കണ്ടിട്ട് ഇവന്റെ ചേച്ചിക്കാണെങ്കിൽ ജലസം. എന്നാൽ ഇവന്റെ ചേച്ചിയാണെങ്കിൽ അവനെ ഒന്നും പറയാൻ നിൽക്കില്ല, കാരണം അവൻ ഹാപ്പി ആണല്ലോ എന്ന് വെച്ച്. ഒരു ദിവസം യുൻവോ പാർക്കിന്റെ അടുത്ത് പറയും, ഞാൻ പഠിക്കാനായിട്ട്
അബ്രോഡിൽ പോകണമെന്ന്. ഇത് കേട്ടിട്ട് പാർക്കും നല്ല ഡിപ്രസ്ഡ് ആവും. ഇവൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഇവൻ്റെ ചേച്ചിക്കും വിഷമാവും. അങ്ങനെ യുൻവോ ആണെങ്കിൽ ഇവൻ്റെ മെസ്സേജ് അയക്കും, ഇന്നാണ് ഇവളുടെ ലാസ്റ്റ് ഡേ കൊറിയയിൽ, അതുകൊണ്ട് മീറ്റ് ചെയ്യാമെന്ന്. എന്നാൽ ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ ഈ ഒരു മെസ്സേജ് ഇവന് കാണിച്ചു കൊടുക്കൂല ഇവൻ്റെ സിറ്റുവേഷൻ കാരണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ ചേച്ചി ഇവൻ്റെ അടുത്ത് പറയും, യുൻവോ ആണെങ്കിൽ ഇതുപോലെ നിനക്ക് മെസ്സേജ് അയച്ചായിരുന്നെന്ന്. ഇത് കേട്ടിട്ട് പാർക്കാണെങ്കിൽ ഇവൻ്റെ ചേച്ചിയുടെ അടുത്ത് നല്ല ദേഷ്യപ്പെട്ടിട്ട് യുൻവോ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇവൻ ഓടും. അപ്പോൾ ഇവൻ്റെ ചേച്ചി ഇവൻ്റെ ബാക്കിൽ നിന്ന് ഓടും. അങ്ങനെ റോഡിൻ്റെ നടുക്ക് വെച്ച് പാർക്കിനാണെങ്കിൽ ഹാർട്ട് ഡിസീസ് വരെയാണ്. അപ്പോൾ അവൻ്റെ ചേച്ചി അവൻ്റെ അടുത്ത് പോകും. ഇതേ സമയമാണ് ഒരു കാർ വന്ന് ഇവരെ ഇടിച്ചിടുന്നത്. അന്ന് തൊട്ട് ഇവരും പ്രേത ഈ സ്കൂളിലാണ് നിൽക്കുന്നത്. ഈ സ്കൂളിൽ നിൽക്കാൻ റീസൺ തന്നെ പാർക്ക് വിശ്വസിക്കുന്ന യുൻവോ ആണെങ്കിൽ എപ്പോഴെങ്കിലും ഈ സ്കൂളിൽ വരുമെന്നാണ്. ഇവൻ്റെ ചേച്ചിക്ക് ഇവനെ തനിയെ വിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവൻ്റെ ചേച്ചി ഇവൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവൻ്റെ ചേച്ചി ഹാരിയുടെ അടുത്ത് പറയും, നീ ഇവിടെ വന്നുകൊണ്ട് പാർക്ക് വിചാരിച്ചു നീ യുൻവോ ആയിരിക്കുമെന്ന്, അതുകൊണ്ടാണ് പാർക്ക് നിന്നെ ശല്യപ്പെടുത്തിയെന്ന്. പാർക്കിൻ്റെ അടുത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പാർക്കാണ് അവൻ്റെ ചേച്ചിയുടെ വായ ഇല്ലാതാക്കിയത്. അങ്ങനെ കിമ്മാണ് മന്ത്രവാദമൊക്കെ ചെയ്ത് ഇവൻ്റെ ചേച്ചിയുടെ വായ ശരിയാക്കിയത്. ഇതൊക്കെ കേട്ട് ഹാരി ഫീലായി പാർക്കിൻ്റെ അടുത്ത് പറയും, യുവോൻ്റെ അടുത്ത് ഞാൻ പറയാം നീ എന്തുകൊണ്ട് അവളെ മീറ്റ് ചെയ്യാൻ പോകാത്തതെന്ന്. എന്നിട്ട് ഇവള് പറയും, നീ ഇങ്ങനെ പ്രേതമായിട്ട് ഇവിടെ കിടന്ന് അലയണ്ട, നിൻ്റെ ചേച്ചി അന്ന് ആ മെസ്സേജ് കാണിച്ചു തരാത്ത നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് നീ ഇപ്പോൾ ഈ സ്കൂൾ വിട്ട് പോകുന്ന ഇവള് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ നോർമൽ ലുക്കിൽ വരും. അങ്ങനെ ഹാരി ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ബായ് പറഞ്ഞ് അവരുടെ ലോകത്തേക്ക് വിടും. ഇവരും പോയ ശേഷം മയങ്ങിക്കിടന്ന ഗൗണും കിമ്മും എണീക്കുകയാണ്. അങ്ങനെ ഇവർ 4 പേരും ആ സ്കൂൾ വിട്ട് പുറത്തു വരും. ഈ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഇവിടെ തീരെയാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാം.